നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സി എസ് കെയുടെ ബൗളിംഗ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായോ? ഈ വിജയം കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മൾ സി എസ് കെയുടെ ആദ്യ 2 മത്സരങ്ങൾ കഴിയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റാഫ്റ്റോ ക്രിക്കറ്റിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു റീൽ ഇട്ടിരുന്നു, സി എസ് കെയുടെ മുന്നിൽ ഇരുളു മാത്രമെന്ന് പറഞ്ഞുകൊണ്ട്. അത് അവരുടെ ബൗളിങ്ങിനെ കുറിച്ചായിരുന്നു ആ വീഡിയോ. പലരും അതിനെക്കുറിച്ച് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തി. ഇപ്പോൾ ഈ കളി ജയിക്കുമ്പോൾ തനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുന്നവരുണ്ട്. കണ്ടില്ലേ ഇവിടെ ഒവേർട്ടൺ കിടിലൻ ബൗളിംഗ് പ്രകടനം നടത്തിയത് കണ്ടില്ലേ എന്നൊക്കെ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒവേർട്ടൺ സ്റ്റെപ്പ് ചെയ്തു, മികവ് കാണിച്ചു. അതാണ് ഈ ഒരു വിജയം. ഞങ്ങൾക്ക് ബൗളിങ്ങിൽ എക്സ് ഫാക്ടർ ഇല്ല എന്ന് ഇന്നലെ ഋതു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നിരീക്ഷണം തെറ്റാണെന്നല്ല. എക്സ് ഫാക്ടർ ആയിട്ടുള്ളൊരു ബൗളർ ഇല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് എല്ലാവരും അതിനനുസരിച്ച് സ്റ്റെപ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യണം. ഇന്നലെ പവർ പ്ലേയിൽ ഒരു തിരിച്ചടി സെറ്റ് ബാക്ക് ഉണ്ടായി എന്ന് പറയുന്നത് ഋതു തന്നെയാണ്. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ ഇതിനെ കവർ ചെയ്യണമെങ്കിൽ ഒരുമിച്ച് ഒരുപോലെ മികച്ച പ്രകടനം നടത്തണം. ബേസിക്സിൽ ഊന്നി തന്നെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ വിജയവഴിയിലേക്ക് വരും. സി എസ് കെ ഇപ്പോൾ അതാണ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് ട്രാക്കിലാണ്. ഇതവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. ഇന്നലെ തീർച്ചയായിട്ടും അവരുടെ ബൗളിംഗ് നോക്കുകയാണെങ്കിൽ ഈ ഒരു റൺസ് വന്നിട്ടും ചെറിയ ആശങ്ക ഉണ്ടായിരുന്നില്ലേ, ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, പ്രത്യേകിച്ച് പവർ പ്ലേ ഒക്കെ ആ രൂപത്തിൽ പോകുന്നത് കാണുമ്പോൾ. ഏതായാലും ഇപ്പോൾ ഋതു ഈ ബൗളിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ ബൗളിങ്ങിൻ്റെ കാര്യമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടുഡേ വാസ് അബൌട്ട് ദി ബൗളിംഗ്. വിക്കറ്റുകൾ എടുക്കുക, അഗ്രസീവ് ലെങ്ത്തിൽ ബൗൾ ചെയ്യുക. ഞങ്ങൾക്ക് ബൗളിങ്ങിൽ എക്സ് ഫാക്ടർ ഇല്ല. വി ഡു നോട്ട് ഹാവ് ദാറ്റ് എക്സ് ഫാക്ടർ ഇൻ ദി ബൗളിംഗ്. പക്ഷേ ഞങ്ങൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു എങ്ങനെ കൂടുതൽ എഫക്റ്റീവായിട്ട് മോർ പ്രൊആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ ഞങ്ങൾ ഓൾമോസ്റ്റ് ദെയർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ചില ബിഗ് ഓവറുകളാണ് ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കിയത്. ബൗളിംഗ് വൈസ് ഞങ്ങളിപ്പോൾ വി ആർ ഓൺ ദി മാർക്ക് ടു നൈറ്റ്. ഈ കളിയിൽ ഞങ്ങൾ വി ആർ ഓൺ ദി മാർക്ക്. തീർച്ചയായിട്ടും പവർ പ്ലേയിൽ സെറ്റ് ബാക്ക് ഉണ്ടായി, പക്ഷേ ഞങ്ങൾ അതിനുശേഷം ശക്തമായിട്ട് തിരികെ വന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നത്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. സോ ഒരു എക്സ് ഫാക്ടർ ഇല്ലെങ്കിൽ ചെയ്യേണ്ടത് എല്ലാവരും അതനുസരിച്ച് മികവ് കാണിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ജെയ്മി ഒവേർട്ടൺ മികച്ച പ്രകടനം. അദ്ദേഹത്തിൻ്റെ ആ ബൗളിംഗ് തെറ്റയാണ് എതിരാളികളെ ബുദ്ധിമുട്ടിലാക്കിയത്. അദ്ദേഹം കളിക്ക് ശേഷം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഫൈനലി ഒരു വിജയം ഈ ക്രൗഡിന് മുന്നിൽ നേടാൻ പറ്റിയല്ലോ. 1-2 മത്സരങ്ങൾ എൻ്റെ രീതിയിലല്ല കാര്യങ്ങൾ പോയത്, ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല പോയത്. ഇപ്പോൾ തീർച്ചയായിട്ടും ഫീലിംഗ് ഗുഡ് സിൻസ് ഡിസംബർ ഇൻ ദി ബിഗ് ബാഷ് എന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിം ആ രൂപത്തിലാണ് പോകുന്നത്. ബിഗ് ബാഷ് മുതൽ നല്ല ഒരു ഫീലിംഗ് ആണ് അദ്ദേഹത്തിന് ഉള്ളതെന്ന് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് പറയുന്നു, നല്ല രൂപത്തിൽ പന്തെറിയുന്നു, ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ അതിനുശേഷം ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ടോപ്പ് ഓഫ് ദി വിക്കറ്റിൽ ഹിറ്റ് ചെയ്യുന്ന രൂപത്തിൽ പന്തെറിയുക. പിച്ച് ഒരൽപ്പം ടാക്കി ആയിരുന്നു. ചില ഘട്ടത്തിൽ സ്ലിപ്ഡ് ത്രൂ എന്ന രൂപത്തിലാണ് ചില ബോളുകൾ ഫീൽ ചെയ്തത്, ചിലത് ജംപ്ഡ് എന്ന രൂപത്തിൽ ഫീൽ ചെയ്തു. അങ്ങനെ അത്തരത്തിലുള്ളൊരു പിച്ചായിരുന്നു. പക്ഷേ അവരുടെ ക്രോസ് പാറ്റ് ഷോട്ടുകൾ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഏതായാലും കാര്യങ്ങൾ നല്ല രൂപത്തിൽ സംഭവിച്ചു എന്നുള്ളതിൽ ഹാപ്പിയാണ് എന്ന് ജെയ്മി ഒവേർട്ടനും പറയുന്നു. അപ്പോൾ സംഗതി അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ വരാനുള്ള ബൗളർ ആരാണ്? അത് സ്പെൻസർ ജോൺസനാണ്. ആ ഒരു വലിയ എക്സ് ഫാക്ടർ എന്നൊന്നും പറയാൻ പറ്റുന്ന ബൗളർ അല്ലല്ലോ. നഥാൻ എല്ലിസിനെ പരിക്ക് പറ്റി പകരം കൊണ്ടുവന്നിട്ടുള്ള ആൾ. അദ്ദേഹവും നല്ല രൂപത്തിലൊക്കെ റണ്ണ് വഴങ്ങുന്ന ആളാണ്. അപ്പോൾ ഉള്ള താരങ്ങളെ വെച്ച് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അതാണ് ഇപ്പോൾ സി എസ് കെ ഈ കളിയിൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ കണ്ടത്. ജെയ്മി ഒവേർട്ടനെ എടുത്ത് പറയണം. അദ്ദേഹം 4 ഓവറിൽ 18 റൺസിനാണ് 4 വിക്കറ്റ് എടുത്തത്. അൻഷുൽ കമ്പോജ് 4 ഓവറിൽ 35 റൺസിന് 3 വിക്കറ്റ് എടുക്കുകയും ചെയ്തു. ഏതായാലും എതിരാളികൾ ഓൾ ഔട്ട് ആക്കി സി എസ് കെ എന്ന കാര്യം കൂടി നോക്കണം. 20 ഓവറിൽ ഓൾ ഔട്ട് ആക്കിയിട്ടുണ്ട്. സോ സംഗതി പോസിറ്റീവാണ്. വീഡിയോ അവസാനിക്കുന്നത്. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.